പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ പ്രഗത്ഭരായ പല നേതാക്കന്മാരും സാറടക്കമുള്ളവർ ഇവിടെ അല്പസമയം സമയത്തിനെത്തി ട്രാഫിക്കിൻ്റെ പ്രശ്നം കൊണ്ട് കുറച്ച് വൈകി സദയം ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇവിടെ നമ്മുടെ നാസർ അദ്ദേഹം അക്കാഡമിക് രംഗത്ത് വളരെ ശ്രദ്ധേയനാണ്. മാത്രമല്ല നമ്മുടെ എല്ലാ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിലേക്ക് കൂടിയുണ്ട്. പിന്നെ നമ്മുടെ മറ്റ് ഓബ്ദാർ സാഹിബിനെ പോലുള്ള സജിദിനെ പോലുള്ള ആളുകൾ നമ്മുടെ മേയർ ഇപ്പോൾ എത്തിച്ചേരും. പിന്നെ ടി എ ജെയിംസ് അവർകൾ, കെ പി നൗഷാദ് അലി, മിക്കവാറും എല്ലാവരും എത്തി എന്ന് വിചാരിക്കുന്നു. സുഹൃത്തുക്കളെ, ഇവിടെ നല്ലൊരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. എന്തുകൊണ്ടാണ് മലബാറിലെ പിന്നോക്കാവസ്ഥ, വൈജ്ഞാനിക കേരളം മലബാറിന് ഇനി എത്ര ദൂരം എന്ന ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും അക്കാദമിക് രംഗത്ത് വളരെ താല്പര്യമുള്ള ആളുകളാണ്. മാത്രമല്ല മലബാറിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഞാൻ അതിൽ ഈ ചർച്ചയിൽ ഓരോരുത്തർക്ക് സമയം കൊടുത്ത് വെച്ചിരിക്കുകയാണ്. അത് ദീർഘമായി സംസാരിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തുക മാത്രമാണ് ചെയ്യുന്നത്. സാറിൻ്റെ മറ്റു നേതൃത്വത്തിൽ ഇപ്പോൾ എഴുതിയ പുസ്തകം ഞാൻ വായിച്ചു. പൂർണ്ണമായിട്ട് വായിക്കാൻ പറ്റിയില്ല. പക്ഷേ അതിൻ്റെ കൺക്ലൂഷനും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നോക്കിയിട്ടുണ്ടായി. വളരെ ഇൻഫോർമേറ്റീവായിട്ടൊരു സംഗതിയാണത്. അത് മലബാറിന് മുന്നോട്ട് കുതിക്കാൻ ഉതകുന്ന വിധത്തിൽ ഒരുപാട് മാർഗരേഖകൾ കാണിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വൈജ്ഞാനിക കേരളം മലബാറിന് എത്ര ദൂരം എന്നുള്ള വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസിയാണ്. ഇതിൻ്റെ കാര്യം ആലോചിച്ചിട്ടുള്ള ഒരു ടെൻഷൻ അത്ര എനിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ മലബാർ ഇപ്പോഴും പിന്നിൽ തന്നെയാണ്. ഇനി എത്രയോ ദൂരം പോകേണ്ടതുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് പേടിക്കേണ്ട, നമ്മൾ ഫാസ്റ്റ് ട്രാക്കിൽ കയറിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ശുഭാപ്തി വിശ്വാസികളാകുന്നത് വെറുതെ അല്ല. കേരളമായി മലബാർ പിന്നോക്കമാകാനുള്ള ചില കാരണങ്ങളുണ്ട്. അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. കുറുപ്പ് സാറൊക്കെ ഇവിടെ ഇരിക്കുന്ന വേദിയിൽ ഞാൻ അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലത്തിലേക്ക് കിടക്കുന്നില്ല. മലബാർ എന്തുകൊണ്ട് അവഗണിക്കപ്പെട്ടു, അതിൻ്റെ ചരിത്രപരമായ കാരണങ്ങൾ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ അതിൻ്റെ മുന്നേറ്റത്തിന് മുമ്പിൽ മലബാർ കാണിച്ചിട്ടുള്ള ഒരു സമീപന രീതി, അതിനോടെല്ലാം തന്നെ നിഷേധാത്മകമായ സമീപനമെടുത്ത ഭരണകൂടങ്ങൾ, ഇതിനൊക്കെ സംഗതി അതിൽ ഇൻവോൾവഡാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്, നമുക്ക് ഒരുപാട് പിന്നോക്കാവസ്ഥ ഉണ്ടായിരുന്നു. ആ പിന്നോക്കാവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇനി എത്ര ദൂരം പോകണ്ട. അതിന് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. അതേസമയത്ത് നമ്മൾ മറ്റുള്ളവരെ ഒപ്പമെത്താനും മുമ്പിലെത്താനും കഴിയാതെ പോയത് എന്തുകൊണ്ടെന്നും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ അതിൻ്റെ സ്ഥിതിവിവരക്കണക്കിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇവിടെ എത്ര പിന്നോക്കാവസ്ഥയിൽ നമ്മളുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ കോളേജ് താഴോട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ മറ്റ് സ്കൂൾ സ്ഥാപനങ്ങളൊക്കെ ഹയർ സെക്കൻഡറി, പ്രൊഫഷണൽ കോഴ്സുകൾ, മറ്റ് കോഴ്സുകൾ, ഇതൊക്കെ തന്നെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വളരെ പിന്നിലായിരുന്നു. എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, ഇവിടെ ആകെ ഉണ്ടായിരുന്ന സ്കൂളുകൾ താരതമ്യേന മെച്ചമായിരുന്നു. പക്ഷേ അതും വളരെ പിന്നിലായിരുന്നു. എങ്കിൽ പോലും പ്രൊഫഷണൽ കോളേജ്, മറ്റ് കോളേജുകൾ, അതുപോലുള്ള കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ എത്ര പിറകിലാണ്. എനിക്ക് ശരിക്കും കാണാപ്പാടം പറഞ്ഞാൽ മതി ഓർമ്മയുണ്ട്. കാരണം ചിലവിടെയുള്ള എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ എണ്ണം എത്രയായിരുന്നു, എത്ര BEd കോളേജ് ഉണ്ടായിരുന്നു, എത്ര TTC പഠിപ്പിക്കുന്നു. നമ്മളൊക്കെ പഠിപ്പിച്ച മാഷന്മാരൊക്കെ തന്നെ ഇവിടെ മാഷന്മാരേ ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടെ BEd TTC മലബാറിൽ നോക്കുകയാണെങ്കിൽ വളരെ കുറവായിരുന്നു. BEd കുറവായിരുന്നു. അതുപോലെ പ്രൊഫഷണൽ കോഴ്സുകൾ കുറവായിരുന്നു. അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. സ്കൂളുകളുടെ കാര്യത്തിലാണെങ്കിലും ആ പിന്നോക്കാവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിക്കുന്നു അത് കുറേയേറെ തരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വലിയൊരു സ്ലോഗൻ എടുത്ത് മുന്നോട്ട് വന്ന സമയത്ത്
നിങ്ങളുടെ മനോവീര്യം അത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല. നമുക്കൊരു ബോധ്യം വന്നിട്ടുണ്ട്, വി ക്യാൻ ഗോ മച്ച് ഹെഡ് എന്നുള്ള സമീപന രീതി നമുക്ക് പറയാൻ പറ്റുന്ന പശ്ചാത്തലത്തേക്ക് നമ്മൾ പോന്നിട്ടുണ്ട്. അതിനെ അവലംബിക്കേണ്ടത് സ്ട്രാറ്റജീസ് തന്നെയാണ്. സ്റ്റേറ്റ് വൈസ് ബ്രേക്കപ്പ് നോക്കുകയാണെങ്കിൽ മലബാറിലെ ജില്ലകളിൽ എത്ര സ്കൂളുകളുണ്ടെന്ന് നോക്കിയാൽ വളരെ വലിയ തോതിലുള്ള മാറ്റം വന്നിട്ടുണ്ട്. ഹയർ സെക്കൻഡറി, അങ്ങനെ അങ്ങ് പോയി ഡിഗ്രി കോളേജുകൾ, പിന്നെ പറഞ്ഞ പ്രൊഫഷണലായിട്ടുള്ള മറ്റ് കോഴ്സുകൾ, ഇതിലൊക്കെ വളരെ ദൂരം മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു കാലഘട്ടത്തിൽ നിഷേധിക്കപ്പെട്ട നീതി കുറേയേറെ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വലിയ വിവാദങ്ങളും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റുമായിരുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്, ഇവിടെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഗതി നോക്കുകയാണെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് ആക്സസിബിലിറ്റി, സ്കൂളിൻ്റെ കോളേജിൻ്റെ അടുത്തുണ്ടോ എന്ന കാര്യം, എൻറോൾമെൻറ്റ്, പഠിക്കേണ്ട പ്രായം എത്തിയിട്ട് പഠിക്കാതെ നിൽക്കുന്നുണ്ടോ, ആൻഡ് തേർഡ് വൺ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്. ഈ ഏത് മാനദണ്ഡം എടുത്ത് നോക്കുകയാണെങ്കിലും ശരി, നമ്മുടെ സ്ഥിതി ഏറെക്കുറെ എന്നല്ല, ഈ മേഖലയിൽ നമ്മൾ സംതൃപ്തരാണ്. സ്കൂളുകളുണ്ട് എല്ലായിടത്തും, കോളേജുകളുണ്ട്. ഇപ്പോൾ ഹയർ സ്റ്റഡീസിന് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്പർ നോക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് കുറവുണ്ട്. എന്നാൽ എൻറോൾമെൻറ്റിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലും ആക്സസിബിലിറ്റിൻ്റെ കാര്യത്തിലും ഒക്കെ നമുക്ക് വളരെ ദൂരം മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. ഓരോ പഞ്ചായത്തിലും സ്കൂളുകൾ വന്നിട്ടുണ്ട്, പല സ്കൂളുകളും വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത്, ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കാലത്ത് എല്ലാ കോളേജ് ഇല്ലാത്തടത്തൊക്കെ ഗവൺമെൻറ് കോളേജ് തന്നെ വന്നിട്ടുണ്ട്, മെഡിക്കൽ കോളേജ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുന്ന സമയത്ത്, ഇവയെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ പോരായ്മകളുണ്ടെങ്കിൽ തന്നെയും നമുക്ക് ധാരാളം സന്ദർഭങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക, കേരളം എപ്പോഴും വിവാദം ഉണ്ടാവും. പക്ഷെ കേരളം വിവാദം ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട് ഇവിടെ നിന്നാൽ ആരും പണ്ടത്തെ മാതിരി തന്നെ ആയിരിക്കും, ഒരു മാറ്റം ഉണ്ടാവില്ല. ഇവിടെ പറഞ്ഞു, ഞാൻ മിനിസ്റ്ററായിരുന്ന സമയത്താണ് ഇവിടെ അന്നത്തെ UDF ഗവൺമെൻറ് സ്വാശ്രയ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നു. ഒരുപാട് വിവാദം ഉണ്ടായിരുന്നു. വിവാദം ഞാൻ അതുമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. കാരണം വെച്ചാൽ തടച്ചിൽ, ബഹളം ഒക്കെ. അതൊന്ന് പറഞ്ഞെന്താ വെച്ചാൽ, മന്ദബുദ്ധികളായിട്ടുള്ള വലിയ മുതലാളിമാരുടെ മന്ദബുദ്ധികളായ കുട്ടികൾക്ക് പഠിക്കാനാണ് സെൽഫ് ഗൈഡൻസ് കോളേജ് എന്നായിരുന്നു ആശയം. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഇതിൽ SC/ST റിസർവേഷൻ ഉണ്ട്, മൈനോറിറ്റി റിസർവേഷൻ ഉണ്ട്, വലിയ വിവാദങ്ങൾ വന്നിരുന്നു. പക്ഷെ ഞാനിന്ന് വിശ്വസിക്കുന്നു വളരെ ശരിയായൊരു തീരുമാനമായിരുന്നു. കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും എല്ലാം തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ ഉയർന്നു വന്നു. ഏത് പാവപ്പെട്ട കുട്ടിക്കും പഠിക്കാൻ പറ്റുന്ന വിധത്തിൽ ഈ നാട്ടിൽ മാറ്റങ്ങളുണ്ടായി. അതുമാത്രമല്ല, ഇപ്പം അതിൻ്റെ ക്വാളിറ്റിനെ പറ്റി പറഞ്ഞാൽ, ഈ സെൽഫ് ഫിനാൻസിങ് കോളേജ് ഇവിടെ കൊടുക്കുന്ന സമയത്ത് ആൾക്കാർ ചോദിച്ചിരുന്നു, ഈ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അതിൻ്റെ ക്വാളിറ്റി കുറയില്ലെന്ന്. അപ്പോൾ ഞങ്ങളന്ന് അസംബ്ലി പറഞ്ഞിരുന്നു, ഇതിൻ്റെ നിലനിൽപ്പ് തന്നെ ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ പൂട്ടിപ്പോകും. ഇപ്പം NAAC അക്രഡിറ്റേഷൻ്റെ കഥ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, ഈ ഇത്തരം കോളേജുകൾക്ക് NAAC അക്രഡിറ്റേഷൻ്റെ കാര്യത്തിൽ വളരെ മുന്നോട്ട് പോകാൻ കഴിച്ചിട്ടുണ്ട്. ദാറ്റ് ഷോസ് വാട്ട്, നിങ്ങൾ നന്നായിട്ട് നടത്തിയാൽ അത് നന്നായിട്ട് നടക്കും, അതിന് ആളെ കിട്ടും. ആ ഒരു സ്വഭാവത്തിലുള്ള വലിയ തോതിലുള്ള മാറ്റങ്ങൾ അതിൽ വന്നു. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റ് കാര്യങ്ങളാണ്, ഡ്രോപ്പ് ഔട്ടേ ഇല്ല. കുട്ടികൾക്ക് ഒരുപാട് ഓപ്ഷൻസ് വന്നു. ഞാൻ വിചാരിക്കുന്നു 91 മിനിസ്റ്റർ വരുന്ന സമയത്ത് 16 വർഷമായി ഒറ്റ കോഴ്സ് നിലവിലുള്ള കോളേജിൽ കൊടുത്തിരുന്നില്ല, കോഴ്സ് പുതിയതായിട്ട്. അന്ന് ഞങ്ങളത് ഓപ്പൺ ചെയ്തതാണ്. ഡൈവേഴ്സിഫിക്കേഷൻ, അതും പണ്ടത്തെ അതേ മാർഗത്തിലൂടെ പോകുന്നതിന് പകരം കാലാനുസൃതമായിട്ട് കോഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിലുള്ള ഒരു പരിവർത്തനം
ആ കാലഘട്ടത്തിൽ വരുത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചു വന്നത് ശരിയാണ്. എന്നാൽ പോരായ്മകൾ ഉണ്ടായിരുന്നില്ലേ? പോരായ്മകൾ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ഗ്യാപ്പ് അത്രയ്ക്ക് അധികം ഉണ്ടായിരുന്നു. അത് ഒരു സ്പീഡിൽ മുന്നോട്ട് പോയി മുമ്പേ എത്താൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു സംഗതി, നമ്മളെ മലബാറിലെ കുട്ടികൾ, മലബാറിലെന്ന് ഞാൻ സബ്ജക്റ്റ് അതായതുകൊണ്ട് പറയുകയാണ്, ഇവിടെ വളരെ ബ്രില്യൻ്റായിട്ട് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നു. പുതിയ ജനറേഷൻ പുതിയ ടെക്നോളജിയിലേക്ക് വളരെ ആവേശം, സ്റ്റാർട്ടപ്പ് ഒക്കെ നിങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വളരെ വലിയ രജിസ്ട്രേഷൻ സ്റ്റാർട്ടപ്പിൻ്റെ കാര്യത്തിൽ ഇവിടെ വന്നിട്ടുണ്ട്. വലിയ തോതിലുള്ള സ്ഥാപനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ സ്വഭാവത്തിലെല്ലാം നിന്നുള്ള കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കോഴ്സുകൾ ഞാൻ ആലോചിക്കായിരുന്നു, നമുക്കിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ, നമുക്ക് നാട്ടിലൊരു മാറ്റം വരുന്ന സമയത്ത് കുറേ സമയം നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും. നാടിനെ കണ്ട മതി നമ്മൾ നടിക്കില്ല. ഇവിടെ എന്തായിരുന്നു നിങ്ങൾക്കറിയാം, പ്രീ ഡിഗ്രി ഡീലിംഗ് ചെയ്യാൻ എത്ര കാലം എടുത്തു? നമ്മൾ മാത്രമേ എത്ര കാലം എടുത്തുള്ളൂ ഇന്ത്യയിൽ. അത് കഴിഞ്ഞ് ബഹളം വന്ന് അവസാനം അത് വന്ന് സമരം ചെയ്ത് ഉത്തര പേപ്പർ കൊണ്ടുപോയി സെപ്റ്റിക് ടാങ്കിൽ കൊണ്ടുപോയിട്ട് ബഹളമായി പ്രശ്നമായി. കാലം കുറേ മുന്നോട്ട് പോയതിന് ശേഷം നമ്മൾ ആലോചിക്കുന്നത് നമ്മളതിന് കൂടെ വരണമെന്നുള്ള കാര്യം. അതുപോലെ പല കാര്യങ്ങളും പ്രൈമറി തലത്തിലൊക്കെ ഉണ്ടായിരുന്ന ഗ്രേഡിംഗ് പോലുള്ള സംഗതികൾ, ആ ഗ്രേഡിംഗ് പോലുള്ള സംഗതികൾ വളരെ മുമ്പേ ആയിരുന്നെങ്കിൽ നമുക്ക് വളരെ മുമ്പോട്ടെത്താൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ അതിൻ്റെ സംഗതി എന്ന് പറയുന്നത്, നമുക്ക് വിവാദങ്ങൾ കഴിവ് ഒഴിവാക്കി അക്കാഡമിക് രംഗത്ത് ഒരു യോജിപ്പോടു കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നമ്മുടെ കുട്ടികൾക്ക് നമ്മളെ ഒരു കാലം എന്ന് പറയുന്നത് മലബാറിൻ്റെ കാര്യം മാത്രമല്ല, മലയാളത്തിൻ്റെ കാര്യം, കേരളത്തിൻ്റെ കാര്യം നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ പിറവിക്ക് ശേഷം ഉണ്ടാവാൻ പോകുന്ന ഏറ്റവും നല്ല കാലമാണിത്. കാരണം എന്താണ്, നമുക്ക് സ്വത്തില്ല, ഇൻഡസ്ട്രി ഇല്ല, അഗ്രികൾച്ചറില്ല, ധാതുസമ്പത്തില്ല, നമുക്കാകെയുള്ളത് നമ്മുടെ കുട്ടികളാണ്. ആ കുട്ടികൾ നോളജ് ഡ്രൈവൺ സൊസൈറ്റിയിൽ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പോഴാണ് വന്നിട്ടുള്ളത്. മറ്റേത് രാജ്യത്തെക്കാൾ മുമ്പിൽ ഇന്ത്യക്ക് കേരളത്തിലേക്ക് ഓടിയെത്താൻ കഴിയുന്ന സാഹചര്യം നോളജ് ഡ്രൈവൺ എക്കോണമിയിൽ, നോളജ് ഡ്രൈവൺ സൊസൈറ്റിയിൽ വന്നു പെട്ടിട്ടുള്ള കാലം ഇതാണ്. ഈ കാലം വളരെ ഫലപ്രദമായി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെയേറെ മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയും. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ പണ്ടൊക്കെ ഗൾഫിലൊക്കെ പോയിരുന്നു, എല്ലാവരും അബ്രഹാം സാഹിബൊക്കെ ഇവിടെ ഇരിക്കുന്നത്. പണ്ട് അങ്ങോട്ട് പോയിരുന്നതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ജോലി ചെയ്യുക, അതുകൊണ്ട് കിട്ടുന്ന ജീവിതമാർഗ്ഗം എടുക്കുക എന്നതായിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. അവിടെയുള്ള എല്ലാ ഉന്നതമായ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്നത് മലയാളി കുട്ടികളാണ്. അതെന്തുകൊണ്ടാണ്? ഈ വന്നിട്ടുള്ള മാറ്റത്തിന് പരമായിട്ടാണ്. നമുക്ക് സാധിക്കും, യാതൊരു പേടിയും വേണ്ട. നമുക്ക് അടുത്ത കാലം നമ്മുടെ കൊയ്ത്തുകാലമായിട്ട് വരാൻ വേണ്ടി പോവുകയാണ്. ഈ സാഹചര്യങ്ങളെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തി ഇന്ന് കിട്ടിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒറ്റ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യം കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളെ പിടിച്ചാൽ കിട്ടാത്തത്ര മാറ്റമാണ് ഈ നാട്ടിലേക്ക് വരാൻ പോകുന്നത്. ഇപ്പോൾ ഉള്ള സ്ഥാപനം എന്താ എടുക്കട്ടെ, ബാക്കി കാര്യം വേറെ ചെയ്യണം. ഇപ്പോൾ ഉള്ള സ്ഥാപനം നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും ശരി, അതിലെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് നടത്തിയാൽ നിങ്ങൾക്കെല്ലാം അറിയാം, പണ്ടത്തെ മാതിരിയല്ല. ഇൻ്റർനാഷണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ അതിൻ്റെ കാലഘട്ടമാണിത്. അന്താരാഷ്ട്രവൽക്കരണമാണ്. നമുക്കൊരു കൊച്ചു തുരുത്തിൽ നിൽക്കാൻ ഒക്കില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം? അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു വിദ്യാഭ്യാസ നിലവാരം ഈ നാട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. അതൊക്കെ വേറെ പല കാര്യങ്ങളും ചർച്ച ചെയ്യാനുണ്ട്. അത് ഞാനിപ്പോൾ കിടക്കുന്നില്ല. ഇന്ത്യ അല്ലെങ്കിൽ കേരളം, ഇതിനോടൊക്കെ നമുക്ക് ഒരു ഹൃദയബന്ധമുണ്ട്. അതേ സമയത്ത് അന്താരാഷ്ട്രവൽക്കരണമായ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ഒരു ഘടകമായി ഇത് മാറുന്ന സമയത്ത് ആരും അത് ഇംഗ്ലീഷിന് പഠിക്കുന്നവരെ കണ്ടാൽ നാണക്കേടായി തോന്നുന്നു എന്ന് പറയുന്ന ഒരു സംവിധാനം നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും. ഇംഗ്ലീഷിന് പഠിക്കാൻ പാടില്ല, എല്ലാം പഠിക്കാൻ പാടില്ല എന്നല്ല, അത് നിരുത്സാഹപ്പെടുത്തണം. എന്തിനാണ് നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യം? ഇൻ്റർനാഷണൽ ലിങ്ക് ലാംഗ്വേജ് എന്നുള്ള നിലയിൽ ഇംഗ്ലീഷ് പഠിക്കട്ടെ, മാതൃഭാഷയോടുള്ള സ്നേഹം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെലും നമ്മൾ വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ്. അതുകൊണ്ട് എനിക്കത്തെ അത്ര കാര്യങ്ങളെ പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു സോട്ട് അനാലിസിസ് വേണം ഈ കാര്യത്തിൽ. സ്ട്രെങ്ത്, അതുപോലെ തന്നെ വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ഇതെല്ലാം കൂടിയിട്ട് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് പ്ലാൻ ചെയ്താൽ പറ്റിയ കാലം വന്നു ചേർന്നിരിക്കുന്നു. വി ഹാവ് ടു ബി ഇൻ ദ ഫാസ്റ്റ് ട്രാക്ക്. മെല്ലെ പോയിട്ട് കാര്യമില്ല. പണ്ടത്തെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു വെച്ചാൽ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് പോയി.
സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, അതേ സമയത്ത് സർവൈവൽ ഓഫ് ദി ഫാസ്റ്റസ്റ്റ്. സോ യു ഹാവ് ടു ബി ഇൻ ഫാസ്റ്റ് ട്രാക്ക്. ആ സ്വഭാവത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ പറ്റുന്ന വളരെ വളരെ ധൃഷ്ണാപരമായ ചർച്ച നടക്കുന്ന ഒരു വേദിയായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ നന്മയും നേർന്നുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.